ഹലോ! പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പത്തിൻ്റെയാണ്. ഉഴുന്നൊന്നും അരയ്ക്കാതെയാണ് ട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ട്ടോ. നല്ല ബബിൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. കൂടെ ദേ ഇതുപോലുള്ള നല്ലൊരു ചട്നിയും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ചട്നി ആയിരിക്കും. അപ്പോൾ നേരിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം അപ്പത്തിൻ്റെ റെസിപ്പി കാണാം ട്ടോ. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരിയാണ്. അത് ഞാൻ കാലത്ത് വെള്ളത്തിലിട്ട് വെച്ചാണ്. ഒരു 5-6 മണിക്കൂറൊക്കെ ഞാൻ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം കഴുകി എടുക്കുക കേട്ടോ. കഴുകി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തവണ ഉണ്ടാക്കാനുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതേ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇളനീരാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇളനീരില്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സാധാ തേങ്ങ ചിരവിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ 2 പിടി ചോറ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് റൈസ് ഇടാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ ആ ഒരു കളർ കിട്ടും. ഇത് ഇളനീരിൻ്റെ വെള്ളമാണ് കേട്ടോ. നിങ്ങൾക്ക് തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലോണം പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കുക. നല്ലോണം സോഫ്റ്റായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ മാവിൽ ബബിൾസ് വരും കേട്ടോ. അരച്ചെടുത്ത് കഴിയുന്ന സമയത്ത് അപ്പോഴേ ഞാൻ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നല്ലോണം സോഫ്റ്റാക്കി തന്നെ അരച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് ഇതിന് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് നല്ലോണം കൈ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾ തവി വെച്ച് ചെയ്യേണ്ട. കയ്യിലാക്കാൻ മടിച്ചിട്ട് കൈ കൊണ്ടാക്കിയാൽ തന്നെയാണ് നല്ലോണം പൊന്തി വരിക കേട്ടോ. അപ്പോൾ അതൊരു 5 മിനിറ്റ് നല്ലോണം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ പാത്രത്തിൽ കുറച്ച് മാവ് കൂടുതലായതുകൊണ്ട് പുറത്തേക്ക് പൊന്തി പോകാതിരിക്കാൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കൂടി കുറച്ചുകൂടി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ അടച്ചു വെക്കാം. ഒരു 12 മണിക്കൂർ ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇനിയിപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല. നമുക്ക് നേരിട്ട് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ദോശയായിട്ടും ചുടാം. അല്ലാതെ നിങ്ങൾക്ക് അപ്പത്തിൻ്റെ ആ ഒരു റെസിപ്പിയിൽ അതുപോലെ കുറച്ച് കട്ടിയായിട്ട് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ. വളരെ ഈസി ആയിട്ട് ഉഴുന്നൊന്നും ഇടാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് പൊന്തി വരികയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഈ ടൈമിൽ നിങ്ങൾക്ക് അരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ 1 സ്പൂണ് പഞ്ചസാര ചേർക്കുക കേട്ടോ. അതിവിടെ അധികം ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കറി ഒഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ദേ ഓരോ അപ്പമായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ലോണം ഹോൾസൊക്കെ വന്നിട്ട് നല്ലോണം സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു അപ്പം പോലെ നടുക്കിൽ ഒഴിച്ചിട്ട് നമ്മൾ ഓട്ടടയൊക്കെ ചുടില്ലേ അതുപോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിന് മുന്നൊരു ഞാനൊരു റവ മിക്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതുകൂടി ഒന്ന് പോയി കാണാം കേട്ടോ. പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നുള്ള വീഡിയോ തന്നെയാണ് കാണാവുന്നതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഈ പുറത്ത് പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും മക്കളൊക്കെ പഠിക്കാനായിട്ട് പുറത്ത് നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ പ്രവാസികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് ഇതുപോലെ ആ ഒരു മിക്സ് ഉണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഒരുപാട് ടൈം അതിന് വേണ്ടി ചിലവഴിക്കേണ്ട. ആ ഒരു മിക്സ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ താളിക്ക് കൂടി ചെയ്യേണ്ട കേട്ടോ. അതുകൂടി അതിൽ ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു മിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അപ്പത്തിൻ്റെ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഹോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിനി ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ആദ്യം ദേ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടലപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കുക കേട്ടോ. അതായത് ഒന്ന് 2 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചട്നിക്ക് നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ചുള്ള വറ്റൽമുളക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ എരിവിന് ഞങ്ങൾക്ക് വേണ്ട അത്രയും ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ആറിയ ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് തേങ്ങ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഓൾറെഡി തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ മിക്സ് കൂടി ഇട്ട് കൊടുക്കുക. മിക്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇനി പേസ്റ്റ് ആക്കാതെ ചിലർക്ക് തരിയായിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക കേട്ടോ. ഈ അരയ്ക്കുന്ന സമയത്ത് ചെറിയൊരു പീസ് വാളംപുളി ഇല്ലേ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വാളംപുളി ഇടുന്ന സമയത്ത് ചിലർക്ക് തോന്നും ഇതൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുന്നു. പക്ഷെ ഒരു വ്യത്യാസം അറിയില്ല. വാളംപുളി ഇട്ടു എന്നും കൂടി അറിയില്ല കേട്ടോ. ഇനി ആ അരച്ച് വെച്ച മിക്സിലേക്ക് എത്രയും വെള്ളം വേണ്ടത് പറഞ്ഞാൽ അതൊക്കെ കലക്കി റെഡിയാക്കി വെക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ
നമ്മൾ താളിച്ചില്ലേ, ആ താളിച്ചല്ല അതൊക്കെ ഫ്രൈ ചെയ്തില്ലേ, ആ ഒരു ചീഞ്ചട്ടി തന്നെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉഴുന്നില്ലേ അതൊന്ന് കഴുകിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ഫ്രൈ പോലെ ആവണം കേട്ടോ ഈ ഒരു ഉഴുന്ന്, എന്നാലാണ് അത് കഴിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന ഒരു ചട്നി തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പീൻ്റെ മുന്നിട്ട റവ മിക്സിൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ നമ്മുടെ അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.